ഏതാണെങ്കിലും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ KM ഷാജി മത്സരിച്ച ആ സമയത്ത് അഴീക്കോട് മണ്ഡലത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ വോട്ട് ചെയ്തെങ്ങാണ്ട് കാത്തുക്കുകയാണല്ലോ. അപ്പൊ ആ കാത്തു നിൽക്കുന്ന സമയത്ത് പത്രക്കാർ എന്നിട്ട് ഇപ്പൊ വേങ്ങരിന്ന് ചോദിച്ച മാതിരി പുള്ളിനോട് ചോദിച്ചു, അല്ല എന്തത്താപ്പങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ KM ഷാജി പറഞ്ഞത് എന്താ അറിയോ? മെയ് 2-ാം തീയതി വരെ പിണറായി ഉണ്ടാവുള്ളൂ, പിന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനൊക്കെ രാജിവെച്ചിട്ട് പിന്നെ UDF സർക്കാർ വരും, അഴീക്കോട് മണ്ഡലത്തിന് ഞാൻ ജയിക്കുന്നെന്ന് നല്ല ആവേശത്ത് പറഞ്ഞിരുന്നു. ഇപ്പൊ വേങ്ങരിക്ക് എത്തിയപ്പോ ആവേശമൊക്കെ പോയിക്കണം. ഇനിയിപ്പോ ജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ ഇദ്ദേഹം പിന്നെ വന്നതുപോലെ മന്ത്രിയാകുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി തന്നെ ആക്കി കൊടുക്കാം. കാരണം മൂപ്പര് പതിനാണല്ലോ മത്സരിക്കുന്നത്, സമുദായത്തിന് വേണ്ട സംഗതികൾ ചെയ്തു കൊടുക്കാനാണ് മത്സരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഇലക്ഷനാണ്, ജയിക്കൂലെന്നും പറയാൻ പറ്റൂല, തോൽക്കൂലെന്നും പറയാൻ പറ്റൂല. ഇനിയിപ്പോ ജയിച്ച് മന്ത്രി ആയാലും എന്താപ്പാ, നരേന്ദ്രമോദിനെ നമ്മൾ 15 കൊല്ലമായിട്ട് നമ്മൾ സഹിക്കണ, ഒരു 5 കൊല്ലം സഹിക്കേണ്ടി വരും. അത്രേ പൈല് വരുള്ളൂ. അങ്ങനെ മന്ത്രി ആകുകയാണെങ്കിൽ എന്ത് ആക്കണം എന്നറിയങ്ങള്, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ആക്കണം. അപ്പോഴല്ലേ സമുദായത്തിന് കാര്യം കിട്ടുള്ളൂ. മറ്റേത് ഏതെങ്കിലും വകുപ്പ് മന്ത്രിയായിട്ട് എന്താ കാര്യം? വഖഫിന്റെ പിന്നെ മന്ത്രിയാക്കാൻ പറ്റൂല, അതിന് മൂപ്പർക്ക് പറ്റൂല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ, നിന്റെ മേത്തുകാരും കയറാൻ നിൽക്കണ്ട. അതാണ് പിന്നെ UDFും LDFും കൂടിയുള്ള വ്യത്യാസം അതാണ്. അതായത് UDFിന്റെ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ആളുകൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു ധാർഷ്ട്യത്തോട് കൂട്ടിയാണ് പറയുക. ഭയങ്കര ഒരു ഹെഡ് വെയിറ്റ്, തരക്കനം. അതായത് പിന്നെ ജയിക്കുക തോൽക്കുക അത് സ്വാഭാവികമാണ്. ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോൽക്കും. പക്ഷെ ഏത് പാർട്ടി ആയാലും ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ജയിക്കുമ്പോൾ നല്ല പ്രതീക്ഷയാണ്, വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്, ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ദുർഭരണം, അല്ലെങ്കിൽ അത് കാരണം ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്, ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എന്ന് പറയും. ഇത് ചോദിക്കുമ്പോ ഭയങ്കര എന്താ പറയാ, വലിയ ഹുങ്കാണ് പറയണത്. എന്ത്, പിണറായി വിജയന്റെ അധികാരം ഇതോടെ കഴിഞ്ഞ്, ഈ 2-ാം തീയതിയോട് കൂടി കഴിഞ്ഞ്, പിന്നെന്താണ് UDF 100 സീറ്റിന് മേലെ കിട്ടും. ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാ പറയാ. ഇനിയിപ്പോ PK ഫിറോസിനോട് ചോദിച്ചാൽ PK ഫിറോസ് തന്നെയല്ലേ പറഞ്ഞത്, ഒരു കണക്ക് പറയുന്നുണ്ട് ഷെജീമകരിയറ്റ്, ഒരു പിന്നെ അവിടെ അത്ര കിട്ടും, ഇവിടെ അത്ര കിട്ടും, ഇത് ഇങ്ങണ്ടാണ്, അത് അങ്ങണ്ടാണ്, എങ്ങനെ ആയാലും ജയിക്കും. അതാണ് UDFും LDFും കൂടി തമ്മിലുള്ള വ്യത്യാസം. തോറ്റു തുന്നാൻ പറയാലും ക്ഷയിച്ച് ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ചു പോയാലും അഹങ്കാരത്തിനൊരു കുറവുണ്ടാവില്ല. മനസ്സിലായോ? അതാണ് മുസ്ലിം ലീഗ്. അഹങ്കാരത്തിന് ഒരു കുറവുണ്ടാവില്ല. അപ്പോഴും എങ്ങനെ വീണാലും ഒരു കാലം മേലെ ആയിരിക്കും. അതെ, ഇവിടുത്തെ വിഷയം എന്താ വെച്ചാല്, ഇവരാണ് ഇവിടുത്തെ സംഗതികള്. ഇവനല്ലാതെ ആരും ഇവിടെ അല്ല, ഞങ്ങളാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു ധാർഷ്ട്യാണ്. അത് ചില ഭാഗത്തു കൂടി എന്ത് ചെയ്യും, അവര് ഭീഷണിപ്പെടുത്തും, അവർക്ക് സ്വാധീനം എല്ലായിടത്ത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ സാധാരണ ഒരു പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളൊക്കെ സംസാരിക്കേണ്ട സംസാരങ്ങളാണോ ഓര് സംസാരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ഓര് ചോദിക്കും, ഷാജി തോൽക്കോ, ഷാജി ജയിക്കൂല എന്നൊക്കെ ചോദിക്കും. തോൽവി ജയങ്ങളൊക്കെ വേറെ, വിലയിരുത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഉത്തരേന്ത്യയിൽ കൂടി നരേന്ദ്രമോദിനെ കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, നരേന്ദ്രമോദി ജയിച്ചു വരുന്നില്ലേ? അപ്പൊ അതായത് ഒരു പൊതുപ്രവർത്തകർ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു കൾച്ചറൊന്നുമില്ല. അതിൽ ഒരാളാണ് ഈ KM ഷാജി. മനസ്സിലായില്ല? മറ്റൊരു സാധനമാണ് മറ്റേ പത്തായക്കോടൻ ബസീറും. ഈ 2 സാധനങ്ങളുമാണ് പിന്നെ ഈ മുസ്ലിം ലീഗിനെ ഇപ്പൊ പറയിപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞാലും ഇവര് മുസ്ലിം ലീഗിനെ ന്യായീകരിക്കുന്ന കുട്ടികൾക്ക് ഓർക്ക് വലിയ സംഭവിക്കാരം. ഇല്ലെങ്കിൽ ഒരു പിന്നെ വിദ്യാഭ്യാസ മന്ത്രിനെ 2 ഉസ്താദുമാര് കാണാൻ ചെന്നിട്ട് അതിന് പിന്നെ ഈ തൂത്തിലെ മൂരിയാള് കയറൊട്ടിച്ചണ മാതിരി നിയമസഭയിൽ കയറൊട്ടിച്ചിട്ട് കാര്യമുണ്ടോ? എന്തൊക്കെയാണ് മൂപ്പര്? അപ്പൊ ഇവർക്ക് എന്താ മനസ്സിലായി, ഇവര് ഞങ്ങളല്ലാതെ ഒക്കെ ഞാൻ ആ കിബറുണ്ടല്ലോ, അഹങ്കാരം, അതാണ്. അത് അവരുടെ സംസാരത്തിലുണ്ട്, പ്രവർത്തനത്തിലുണ്ട്. എല്ലാരും അങ്ങനെയാണ് എന്നല്ലല്ലോ, ഒരു 2-3-4 സാധനങ്ങൾ
അതിനകത്തുണ്ട്. അതിപ്പോ സത്യത്തില് പിന്നെ ചില ലീഗുകാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇതിൽ ഒന്നാമത്തെ ആളാണ് KM ഷാജി. മറ്റൊരു സാധനമാണ് പത്തായക്കോടം. അതെന്തുകൊണ്ടാണെന്നറിയോ? BJP-യോട് പോലും ഇല്ലാത്ത വെറുപ്പ് മുസ്ലിം ലീഗിനോട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ വീടിന്റെ അടുത്തൊക്കെ ആരൊക്കെ ഉണ്ട്? BJP-ക്കാരുണ്ട്. എന്റെ പെരന്റെ തൊട്ട തെക്ക് ഭാഗത്ത് BJP-ക്കാരന്റെ വീടാണ്. അതിന്റെ ബാക്കില് BJP-ക്കാരന്റെ വീടാണ്. ഞങ്ങളെ ഏരിയയിൽ ഒരുപാട് BJP-ക്കാരുടെ വീടുകളുണ്ട്. ഞങ്ങൾ നല്ല സൗഹാർദ്ദ നിലക്ക് തന്നെയാണ്. അപ്പോ ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് BJP-ക്കാർ പറയാ, മുഹമ്മദേ എന്താ പാട്, സുഖല്ലേ? എന്താ ഉമ്മാന്റെ പാട്? പെരയിൽ ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? ഒക്കെ ഞങ്ങൾ ചോദിച്ചറിയലുണ്ട്. എന്റെ വീട്ടിലേക്ക് വരലുണ്ട്. അവര് കല്യാണം, വിരുന്ന്, സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ അങ്ങോട്ട് പോകും, അവർ ഇങ്ങോട്ട് വരും. BJP-ക്കാരന്റെ വീട്ടില് കല്യാണങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ തലേന്നാള് പോയി സാമ്പാറിന്റെ കഷ്ണങ്ങൾ അടക്കം മുറിച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. അത്ര നല്ല രീതിയിലാണ്, വളരെ സൗഹാർദ്ദ നിലക്കാണ്. അവരൊക്കെ BJP-ക്കാരാണ്, BJP-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. വളരെ സൗഹാർദ്ദ നിലക്കാണ്. അപ്പോ നേരെ മറിച്ച് എന്റെ വീടിന്റെ കുറച്ചപ്പുറത്ത് ഒരു വഹാബിയുടെ വീടുണ്ട്. ഞങ്ങളാണ്ട് കടക്കലില്ല, അത് മിണ്ടലില്ല. കാരണം ഇന്ന മുസ്ലിം ആയിട്ട് ആ വഹാബി അംഗീകരിക്കുന്നില്ല. അതാണ് വിഷയം. അവിടെയാണ് വിഷയം. ഈ ലോകത്ത് ഏറ്റവും വലുത് വിലപ്പെട്ടത് എന്താ? ഒരു മുസൽമാനെ സംബന്ധിച്ചോളോ അവന്റെ വിലപ്പെട്ടത് എന്താ? അവന്റെ സ്വത്തല്ല, അവന്റെ വീടോ, അവന്റെ സ്വത്തുക്കളോ, പറമ്പുകളോ, കാറോ, ബംഗ്ലാവോ, അവന്റെ ഉമ്മയെ, വാപ്പയെ, ഭാര്യ, കുട്ടികളോ, ഇതൊന്നും അല്ല വിലപ്പെട്ടത്. വിലപ്പെട്ടത് അവന്റെ വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം. അത് ഒരാളൊരു 10 കോടി രൂപ തരാം, നീ ആ വിശ്വാസത്തിൽ നിന്ന് മാറുമോ എന്ന് യഥാർത്ഥ ഒരു മുസൽമാനോട് ചോദിച്ചാൽ അവൻ മാറൂല. അവൻ പറയുന്നത്, എനിക്ക് 10 കോടിയല്ല 100 കോടിയല്ല, എന്റെ ജീവൻ എന്റെ കഴുത്താണ്ട് അറുത്താണ്ട് കൊന്നാലും ആ ഒരു വിശ്വാസത്തിന് ഞാൻ മാറൂല എന്നാണ് ആ വ്യക്തി പറയാ. നേരെ മറിച്ച് വഹാബികളോ ആ മുസൽമാനായ സുന്നിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നില്ല. അതാണ് വിഷയം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നേതാക്കളായ 90% വരുന്ന വഹാബികൾ സുന്നിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ BJP-ക്കാരോടാണോ കൂട്ടുകൂട്ടേണ്ടത്? അതോ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ വഹാബികളോടാണോ കൂട്ടുകൂടേണ്ടത്?